പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങയുടെ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികര രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസമ്മേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാകും അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവിരും നിന്നായി. കാൽവരി മലയിലെ യാഗബലി അർപ്പിച്ചിടാൻ ഞങ്ങളണയുന്നു. കാൽവരി മലയിലെ യാഗബലി അർപ്പിച്ചിടാൻ ഞങ്ങളണയുന്നു. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹദാതാ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നവംബർ മാസം 14-ാം തീയതി ശനിയാഴ്ച തിരുസഭയിൽ വിശുദ്ധ ലോറൻസിനെ അനുസ്മരിക്കുന്ന ദിവസം. വിശുദ്ധൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം.
ഇന്ന് ശിശുദിനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിച്ച് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഗ്രോട്ടോ നൊവേനയും കുർബാനയേറ്റ് നടത്തുന്നത് കണ്ടംകുളത്തിൽ ഓനപ്പൻ ഫ്രാൻസിസ് ആണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും സമർപ്പിക്കാം. ജന്മദിനം ആഘോഷിക്കുന്ന സഹോദരങ്ങൾ, വിശുദ്ധ കുർബാനയിൽ നിയോഗമേൽപ്പിച്ചിട്ടുള്ളവർ, ഇന്ന് 7 പേരുടെ ജന്മദിനമുണ്ട്. വെളിയത്തുപറമ്പിൽ ജോണി, ജെയ്ക്ക് ആൻ്റോണിയോ ജെൻസൺ, മാമ്പള്ളി ക്ലെമി ജോബേഷ്, മാളിയേക്കൽ തോമസ് മേരി, മാളിയേക്കൽ തോമസ് ജോസൻ, തെക്കിനിയൻ മെൽവിൻ ജോസ്. ഇന്നലെ ജന്മദിനമായിരുന്ന പടയാട്ടി ആൻ്റണി ജോസഫ്. ഇവരെ സമർപ്പിച്ച് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ കൃപാവരങ്ങൾ ലഭിക്കാൻ വേണ്ടി അപേക്ഷിക്കാം. ഇന്ന് വെഡ്ഡിംഗ് ഡേ ആഘോഷിക്കുന്ന മൂത്തേടൻ ജിൻഡോ നീതു ദമ്പതിമാരെയും നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായി കഴിയുന്ന അനേകം പേരെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരം അച്ഛനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സുമ എന്ന സഹോദരിക്ക് ഇന്നലെ വൈകുന്നേരം അർജൻറ്റായിട്ട് ഓപ്പറേഷൻ ചെയ്തു. കുട്ടിയെ പുറത്തെടുത്തു. 2 പേരും ഇപ്പോൾ സ്റ്റേബിളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു പെൺകുഞ്ഞാണ്. ആ കൊച്ചും ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. നമുക്ക് പ്രത്യേകം ഈ വിശുദ്ധ ബലിയിൽ 2 പേർക്കും അപകടങ്ങളൊന്നും വരുത്താതെ സൗഖ്യം നൽകി അനുഗ്രഹിക്കാൻ കൃപകർത്താവ് കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി നമ്മോട് ഒത്തിരിയേറെ പേര് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. അവരെയൊക്കെ ഈ സമയമൊന്ന് മനസ്സിലോർത്ത് ഈ വിശുദ്ധ ബലിയിലേക്ക് അവരെ സമർപ്പിക്കാം. ഇന്ന് മുഴുവനും കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നും ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിൻ്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമേ, ഗേഹമെത്ര മോഹനം, നിൻഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻഗേഹമെത്ര മോഹനം. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം.
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും നന്ദിയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ ജീവദായകമായ വചനങ്ങൾ കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരി, യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാൽ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. വാത്സല്യ ഭാജനമേ, നീ സഹോദരർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ്. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും. കാരണം അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വിജാതീയരിൽ നിന്ന് അവർ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല. ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ സഭയ്ക്ക് എഴുതിയിരുന്നു. എന്നാൽ പ്രഥമസ്ഥാനം മോഹിക്കുന്ന ദിയോത്രഫസ് ഞങ്ങളുടെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല. അതിനാൽ ഞാൻ വന്നാൽ അവൻ്റെ ചെയ്തികളെപ്പറ്റി അവനെ അനുസ്മരിപ്പിക്കും. അവൻ ഞങ്ങൾക്കെതിരെ ദുഷിച്ചു സംസാരിക്കുന്നു. അതുകൊണ്ടും തൃപ്തനാകാതെ സഹോദരരെ അവൻ നിരസിക്കുന്നു. തന്നെയുമല്ല, അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ അവൻ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. വാത്സല്യ ഭാജനമേ, തിന്മയെ അനുകരിക്കരുത്, നന്മയെ അനുകരിക്കുക. നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല. ദമേത്രിയോസിന് എല്ലാവരിലും നിന്ന് സത്യത്തിൽ നിന്ന് തന്നെയും സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു. ഞങ്ങളും അവന് സാക്ഷ്യം നൽകുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യമാണെന്ന് നിനക്കറിയാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ അങ്ങയെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്ക് സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 22-ാം അധ്യായത്തിൽ 24 മുതൽ 30 ഉൾപ്പെടെയുള്ള വചനങ്ങൾ.
തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവനെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയായിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയുമായിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ? ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി അത്രേ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവമഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവെ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യസൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. എല്ലാ ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റുപറയുവാനും നിന്നിൽ ശ്വാസത സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, വചനം ഇന്ന് ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ഏറ്റവും എളിമയോടെ ജീവിക്കുവാനും അങ്ങനെ അങ്ങയുടെ സന്നിധിയിൽ വലിയവരായി തീരാനും ഞങ്ങൾക്ക് കൃപ തരണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുകനാ അഖിലരുമൊന്നായി സന്നിധി മാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദൈവമാതാവാം കന്യാമേരി സ്നേഹമോടോർത്തിടാ അൾത്താരയിൽ കന്യാമേരി തൻ ദിവ്യവല്ലഭനെ വിനയമോടു വാഴ്ത്തിടാം അൾത്താരയിൽ. ഭാരതത്തിൻ ശ്ലീഹയാം മാർത്തോമാ സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിയിടുന്നു. സ്ലീഹന്മാരെ ധന്യരക്തസാക്ഷികളെ ശാന്തി ഭൂവിനു കൈവരാൻ പ്രാർത്ഥിക്കണമേ. മൃതിയ
മഹിമയോടെ ദിവ്യ സന്നിധിയാർന്നു കാന്തിയണിഞ്ഞിടേണം. കാരുണ്യവാനായ ലോകരക്ഷകനേ, നിത്യശാന്തിയവർക്കു നീ നൽകിടേണം. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ വിശ്വം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. ഉയരണമീ പ്രാർത്ഥനയഖിലേശ, ഉയരണമേ സുരഭിലധൂപം പോൽ സ്വർഗത്തിൽ നിൻ തിരുസന്നിധിയിൽ വെള്ളപ്പൂ പോലതു വിടരേണം. കർത്താവാം മിശിഹാ തൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണം എന്നുമെന്നും. നമ്മിലുണ്ടാകേണമെന്നുമെന്നും, നമ്മിലുണ്ടാകേണമെന്നുമെന്നും. ദൈവസന്നിധിയിൽ കണ്ണുകളുയർത്തിയിടുവിൻ, സ്വർഗചിന്തകളാൽ മനസ്സുകൾ നിറച്ചിടുവിൻ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ, അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ. ഹൃദയവേദികൾ തുറന്നങ്ങേ വിളിക്കുന്നു ഞങ്ങൾ, ദിവ്യസന്നിധിയിൽ ചിന്തകളുയർത്തുന്നു. ലോകനായകനാം ഈശനു ബലിയണക്കുന്നു, ജീവിതം പരമനാഥനു കാഴ്ചവയ്ക്കുന്നു. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടുചിതമായതു ചെയ്തിടേണം. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടുചിതമായതു ചെയ്തിടേണം. സമാധാനം നമ്മോടുകൂടെ. സ്വർഗവാസികളുടെ ആയിരങ്ങളോടും മാലാഖമാരുടെ 10,000ങ്ങളോടും ചേർന്ന്
നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന. ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീഥിയിലോശാന. കാര്യമായി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് കൈകൾ കൂപ്പാം, കണ്ണുകളെ അടയ്ക്കാം. ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമുക്ക് കാഴ്ചവെക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും നന്ദിയും പിതാവേ, ഞങ്ങളുടെ ശക്തനായ ദൈവമേ, ഫ്രാൻസിസ് ലോകം മുഴുവൻ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്താവിനുവേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയി ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന
എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയും അവിടുത്തെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അവരുടെ നിയോഗങ്ങൾക്കും വേണ്ടിയും ഏറ്റവും പ്രത്യേകമായി ഇന്നത്തെ നൊവേന കുർബാനയേറ്റ് നടത്തുന്ന കണ്ടംകുളത്തിൽ ഓനപ്പൻ ഫ്രാൻസിസിന് വേണ്ടിയും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന വെളിയത്തുപറമ്പിൽ ജോണിക്ക് വേണ്ടിയും ജെയ്ക്ക് അന്റോണിയോ ജെൻസിന് വേണ്ടിയും പടയാട്ടി ആന്റണി ജോസഫിന് വേണ്ടിയും മാമ്പള്ളി ക്ലെമി ജോബേഷിന് വേണ്ടിയും മാളിയേക്കൽ തോമസ് മേരിക്ക് വേണ്ടിയും മാളിയേക്കൽ തോമസ് ജോസിന് വേണ്ടിയും തെക്കിനിയൻ മെൽവിൻ ജോസിന് വേണ്ടിയും ഇന്ന ദിവസം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മൂത്തേടൻ ജിൻഡോ നീതു ദമ്പതിമാർക്ക് വേണ്ടിയും ഞങ്ങളെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സുമയ്ക്കും അവളുടെ ഉദരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുഞ്ഞിനും എത്രയും വേഗം തന്നെ ആരോഗ്യവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും ക്യാൻസർ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന അനേകം സഹോദരങ്ങൾക്ക് രോഗശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ സ്നേഹവും സമാധാനവും കടന്നു വരുന്നതിന് വേണ്ടിയും സാമ്പത്തികമായി തകർന്ന കുടുംബങ്ങൾ അങ്ങ് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയും വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നവരെ ആ തടസ്സങ്ങളെല്ലാം നീക്കി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാർക്ക് വേണ്ടിയും ഞങ്ങളുടെ ദേശത്തെ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും സമാധാനം നിറഞ്ഞ അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളുടെ ദേശത്തുണ്ടാകുന്നതിന് വേണ്ടിയും ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകളെ അടച്ച് ശിരസ് നമിച്ച് പരിശുദ്ധാത്മാവായ ദൈവമേ ഈ ബലിവസ്തുക്കളിലേക്കും ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും ഞങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനകളിലേക്കും അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന് നിശബ്ദരായി പ്രാർത്ഥിക്കാം. കർത്താവ് കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. തിരുശരീര രക്തങ്ങളെയും ഈ ദൈവജനത്തെയും അങ്ങ് സുഗന്ധപൂരിതരാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാം ഈശോ ഇന്നെന്നിൽ. ദ്യോവിൻ്റെ വാതിൽ തുറന്നോ, തൻ്റെ ദാനങ്ങളെന്നിൽ ചൊരിഞ്ഞോ. ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ എൻ്റെ ദാഹം ശമിപ്പിച്ചു തന്നു. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എൻ്റെ ക്ലേശങ്ങളേൽക്കാൻ അണഞ്ഞു.
തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ ഏകി. തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ ഏകി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഇടുകയും നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്കൊരു നിമിഷം ഒന്ന് കൈകൾ കൂപ്പി കണ്ണുകളെ അടച്ച് ദിവ്യകാരുണ്യ ഈശോ അരൂപിയായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസം മുഴുവനും കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കാം. പകർച്ചവ്യാധികളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് ഇന്ന് നമ്മളെ കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കാം. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമർപ്പിക്കാം. കുടുംബങ്ങളെ സമർപ്പിക്കാം, ഇടവകയെ സമർപ്പിക്കാം, ദേശങ്ങളെ സമർപ്പിക്കാം. കൊറോണ വൈറസ് മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ഭവനങ്ങളിലേക്ക് ഈശോയുടെ ശാന്തിയും സമാധാനവും കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിലുള്ളവരെ പ്രത്യേകം ഓർക്കാം.
കർത്താവ് അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവായ ദൈവമേ, പരിശുദ്ധമായ ദിവരഹസ്യങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നൽകിയ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ ഒന്നു ചേർന്ന് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി, പരിശുദ്ധമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ദൈവമേ, ഞങ്ങളെ പൂജയാലേ നിന്ദിവ്യനാമം കീർത്തിച്ചു. വരവും പ്രകാശവും ജീവനും കന്നിവാർന്നു ഞങ്ങൾക്കു നൽകിയിടണേ. ദൈവത്തിൻ ജനമേ, പൂജയെന്നും നമ്മിൽ പ്രസാദം ചൊരിഞ്ഞിടട്ടെ. നാം ഇന്നിറങ്ങുന്ന വീഥിയിൽ വിജയം തെളിഞ്ഞു വിരിഞ്ഞിടട്ടെ. താതനും പുത്രനും ദൈവാത്മാവും സന്തതം നമ്മിൽ വസിച്ചിടട്ടെ. സ്വർഗീയദാനം പൊഴിച്ചിടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഇന്ന ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന വെളിയത്തുറമ്പിൽ ജോണിച്ചേട്ടനെയും ജെ കന്റോണിയോ ജെൻസനെയും പടയാട്ടി ആന്റണി ജോസഫിനെയും മാമ്പള്ളി ക്ലെമി ജോബീഷിനെയും മാളിയേക്കൽ തോമസ് മേരിയെയും മാളിയേക്കൽ തോമസ് ജോസനെയും തെക്കിനിയൻ മെൽവിനെയും വെഡ്ഡിംഗ് ഡേ ആഘോഷിക്കുന്ന ജിൻഡോ നീതു ദമ്പതിമാരെ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായി എന്നും സ്തോത്രങ്ങൾ. പാരീരിൽ ആദിനാഥനായ ഞങ്ങളിൽ നിന്നും സ്തുതിക്കുന്നു. നിത്യസൽ പിതാവാകും അങ്ങയെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും. സ്വർഗവും ക്രോവേശ്രാപ്പേൻ വൃന്ദവും സ്വർഗ സംഗീതം മീട്ടുന്നു. സൈന്യാധീശനായിടും ദൈവം സംശുദ്ധൻ സംശുദ്ധൻ സംശുദ്ധൻ. നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അനന്തദയാപരനും അപരിമിത നന്മയുടെ ഭണ്ഡാരവുമായ ദൈവമേ, ജന്മദിനം ആഘോഷിക്കുന്ന സഹോദരങ്ങളുടെയും വെഡ്ഡിംഗ് ഡേ ആഘോഷിക്കുന്ന ദമ്പതിമാരുടെയും ജീവിതത്തിലേക്ക് അങ്ങ് നൽകിയ എല്ലാ നന്മകളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നു.
നിന്നോട് പ്രാർത്ഥിക്കുന്നവരെ ഉപേക്ഷിക്കാതെ അവരാഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന നീ ഞങ്ങളെ സ്വർഗീയ സമ്മാനങ്ങൾക്ക് യോഗ്യരാക്കണമെന്ന് നിന്റെ കാരുണ്യാതിരകത്തെക്കുറിച്ച് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടി അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.